ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അഡോളസൻസ് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പം നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ അഡൾട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചും കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ ഈ അഡൾട്ട് ലേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പൊതുവെ 18 വയസ്സിനുള്ള മുകളിലുള്ള ലേണിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരെയാണ് അഡൾട്ട് എന്ന് പറയാറ്. അപ്പം അവരുടെ ലേണിങ്ങിന് എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു അഡൾട്ട് ലേണർ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് ലേണിങ്ങിൻ്റെ പ്രായമാണ്. അപ്പോൾ ഈ സമയത്തുള്ള ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? പ്രോബ്ലം സെൻറ്റേഡ് ആണ്. അതായത് നമ്മളൊരു സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ് ലേൺ ചെയ്യുന്നത്. അവിടെ പ്രശ്നപരിഹാരം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോബ്ലം സെൻറ്റേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, നമ്മുടെ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഒന്നുകൂടെ റിഫ്ലെക്സീവ് ലെവൽ, അതായത് ഹയർ ലെവലിലുള്ള ഒരു ലേണിംഗ് പ്രക്രിയയാണ് പൊതുവെ ഈ ഒരു അഡൾട്ട് ലേണിങ്ങിൽ നടക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ കുറച്ചുകൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. സ്പെസിഫിക് റിസൾട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നെറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു എയിം എന്തായാലും മനസ്സിലുണ്ടായിരിക്കും. ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനമായിരിക്കും പൊതുവെ നടക്കുന്നുണ്ടാവുക. ദെൻ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. ഈ സമയത്തുള്ള പഠനം എന്ന് പറയുന്നത് പൊതുവെ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. പരമാവധി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറച്ചിട്ട് നമ്മൾ സ്വന്തം സെൽഫായിട്ട് ഡ്രിവൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിലായിരിക്കും പഠനം പൊതുവെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ഇൻഫർമേഷനെ ഒരു സംശയദൃഷ്ടിയോട്, അതാണ് സ്കെപ്റ്റിക്കൽ എന്ന് പറയുന്നത്, ഒരു സംശയത്തോടു കൂടി നോക്കുകയും അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത ശേഷം അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിനെ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു പ്രായത്തിൻ്റെ ലേണിങ്ങിൻ്റെ പ്രത്യേകതയാണ്. അഡൾട്ട് ലേണറെ സംബന്ധിച്ച് അവർ നിലവിലുള്ള നീഡ്സ്, അവരുടെ നീഡ്സ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ടായിരിക്കും. അപ്പം ആ ഒരു നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ തേടിയാണ് അവർ പോവുക. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നെറ്റ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രൈമറി എയിം. നമ്മളത് വിചാരിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇത്തരത്തിൽ നമ്മുടെ ലേണിങ്സിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഭാഗം സെൽഫ് ഡയറക്റ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ തന്നെ നമ്മുടെ ലേണിങ്സിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയിരിക്കും. നമ്മൾ എന്ത് പഠിച്ചു, എന്ത് പഠിച്ചില്ല എന്നതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലേണിങ്ങിന് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡൾട്ട് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോളസൻസ് ലേണേഴ്സിൻ്റെയും അഡൾട്ട് ലേണേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ് ആസ്പെക്ട്സിൽ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തറവായിട്ട് പഠിക്കുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.